സെഞ്ചുറി 15 വർഷം പിന്നിടുമ്പോൾ അന്ന് തുടങ്ങിയ ആ പഴയ കൺസൾട്ടൻസി രീതിയിൽ നിന്ന് ഇന്ന് എന്താണ് മാറിയിരിക്കുന്നത്? പണ്ട് കാലങ്ങളിൽ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടായിരുന്നു കുട്ടികൾ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. മുൻപ് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ റെഫറൽ കാരണം നമുക്ക് ഒരുപാട് അഡ്മിഷൻസ് വരുന്നുണ്ട്. ഞാൻ പണ്ട് കാലങ്ങളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് അവർ പഠിച്ചിറങ്ങി ജോലി വാങ്ങി അവരുടെ സഹോദരങ്ങളും അവരുടെ സുഹൃത്തുക്കളുമാണ് നമ്മൾക്കിപ്പോൾ വരുന്ന ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കോഴ്സുകൾ. മിനിമം എന്ന് പറഞ്ഞാൽ BSc നേഴ്സിംഗ് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും MBBS ഏത് കോഴ്സ് പഠിക്കുന്നതിനായാലും അവരുടെ പഠനം കഴിഞ്ഞതിന് ശേഷം അവരുടെ മറ്റുള്ള ഹയർ സ്റ്റഡിക്ക് വേണ്ടിയായാലും അവർക്കൊരു ജോബിന് വേണ്ടിയായാലും നമ്മൾ ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കിപ്പം തന്നെ എറണാകുളത്തൊരു സ്ഥാപനമുണ്ട്, ഡ്രീം വേ സ്റ്റഡി അബ്രോഡ്. ഈ സ്ഥാപനത്തിൽ നമ്മൾക്ക് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്നല്ല അബ്രോഡിലേക്ക് പഠിക്കാനായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കും നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നുണ്ട്. 15 വർഷമായിട്ട് നമ്മൾ ആയിരക്കണക്കിന് കുട്ടികളുടെ കരിയർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് ജോബ് മാക്സിമം പ്ലേസ്മെൻറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യം നമുക്കൊരു പ്ലേസ്മെൻറ്റ് സെല്ല് കൂടി ഉണ്ട്. നമ്മൾക്ക് പഠിക്കാൻ വിടുന്ന കുട്ടികളെ പഠനം കഴിഞ്ഞതിന് ശേഷം അവരെ നമുക്ക് പ്ലേസ്മെൻറ്റിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും. അവർക്ക് അവർ പറയുന്ന പ്രോബ്ലംസ് നമ്മൾ അപ്പോൾ തന്നെ സോൾവ് ചെയ്തു. ചില കോളേജിൽ ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, ചില കോളേജിൽ ഫീസ് അടയ്ക്കുന്നതിന് ചിലപ്പോൾ ഡിലേ വരും. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. നമ്മൾ കോളേജ് വിളിച്ച് അവർക്ക് ചില സാവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ കൂടെ നിന്ന് അവരെ മാക്സിമം അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും.